ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തമ്പനെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. യൂട്യൂബിലേക്ക് നിങ്ങൾ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പല പല ടെംപ്ലേറ്റ് കിട്ടും. ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ട്വിറ്റർ പോസ്റ്റ്, ബ്ലോഗ് ഗ്രാഫിക്സ്, യൂട്യൂബ് തമ്പനെയിൽ, സ്നാപ്ചാറ്റ് ജിയോ ഫിൽറ്റർ, ടംബ്ലർ ഗ്രാഫിക്സ്, ലിങ്ക്ഡിൻ ബാനർ, പോസ്റ്റ് കാർഡ്, ബിസിനസ് കാർഡ്, ഇൻവിറ്റേഷന്, സർട്ടിഫിക്കറ്റ്, അനൗൺസ്മെൻറ്റ്, പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ അത്, പ്രസൻറ്റേഷന്, മെനു, ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ, നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ വരെ ഉണ്ടാക്കാം. നമുക്ക് തമ്പനെയിലാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്, യൂട്യൂബ് തമ്പനെയിൽ. അപ്പോൾ നമുക്ക് യൂട്യൂബ് തമ്പനെയിൽ സെറ്റ് ചെയ്യാം. ഇതൊരു ബ്ലാങ്ക് ആണ്, നമുക്കിത് ക്രോപ്പൊന്നും ചെയ്യേണ്ട, സാധാരണ ഇടാൻ യൂട്യൂബിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്ത് നിങ്ങൾക്കിത് എത്ര ലെയർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എത്ര ടെക്സ്റ്റ് ലെയറും ഇമേജ് ലെയറും. പിന്നെ നിങ്ങൾക്കിതിൽ സ്റ്റിക്കറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിക്കർ തമ്പനെയിലായിട്ട് ഇടാൻ പറ്റുന്നതല്ല. തമ്പനെയിലെല്ലാം നിങ്ങൾക്ക് GIF ആയിട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ സ്റ്റിക്കർ എന്ന ഓപ്ഷൻ. വീഡിയോയും പറ്റും. അങ്ങനെ കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കർ ഞാൻ ചൂസ് ചെയ്യുക. ഞാനപ്പോൾ വേറൊരു ഇമേജും കൂടെ സെലക്ട് ചെയ്യുകയാണ് ഇതിന് മുകളിലേക്ക് ഇടാൻ വേണ്ടി. ഇത് ഞാൻ ഈ വീഡിയോയുടെ തമ്പനെയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ സ്ക്രീൻഷോട്ടിൽ നിന്നാണ് ഈ ആപ്പിൻ്റെ ലോഗോ എടുക്കുന്നത്. നമുക്കിങ്ങനെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് എക്സ്ട്രാ വേർഷനിൽ സൈറ്റായിട്ട് നിങ്ങളിത് കിട്ടും. canva.com എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. ടെക്സ്റ്റ് ആഡ് ചെയ്യാം. കളറും സ്റ്റൈലെല്ലാം മാറ്റാൻ പറ്റുന്നതാണ്. മലയാളം ടൈപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്കിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കും. ഇതുകൂടാതെ തന്നെ ടാഗ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക്, ടാഗ് എങ്ങനെയാണ് മറ്റുള്ള വീഡിയോയിൽ നിന്ന് എടുക്കണമെന്നും ടാഗ് യൂട്യൂബിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നും. നമുക്കിത് എത്ര ലെയർ വേണമെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. എത്ര ക്വാളിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് പിക്ചർ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര എക്സാറ്റബിളായ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പല പല സ്ലാങ്ങിൽ നിങ്ങൾക്ക് വീഡിയോ ടെക്സ്റ്റ് വിടാവുന്നതാണ്. കളർ ഇഷ്ടമുള്ളപ്പോൾ ചേഞ്ച് ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ചേഞ്ച് ചെയ്യാം. നമുക്ക് കളർ വീലും കിട്ടുന്നതാണ്. ഞാൻ പക്ഷേ കാണിച്ചിട്ടില്ല. ഇഷ്ടംപോലെ പ്രീമിയവും അല്ലാതെയും കുറേ ടെക്സ്റ്റ് സ്റ്റൈൽസ് ഉണ്ട്.
നമുക്കൊരു ലോഗോ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സൈഡിൽ കൊടുക്കാവുന്നതാണ്. ചാനലിൻ്റെ ലോഗോയോ അല്ല ഇത് ഇല്ലുസ്ട്രേഷൻസിൻ്റെ ടാബാണ്. ഇതിനൊരു സെർച്ച് ചെയ്ത് എന്തും കണ്ടുപിടിക്കാവുന്നതാണ്. നോക്കുന്നു ഇത് ഡെസ്ക്ടോപ്പിൻ്റെ ഒരു വിൻഡോ ആണ്. ഡെസ്ക്ടോപ്പിലല്ല ട്യൂട്ടോറിയൽ ആണെങ്കിൽ മൊബൈലിൽ എടുക്കാം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ഒരു കമ്പനിയിൽ രീതിയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് നമുക്ക് എളുപ്പത്തിലും മൊബൈലിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സേവ് ആയി കിട്ടും. വേണമെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. എന്നിട്ട് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. ഞാനിപ്പോൾ ഈ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിയിൽ തന്നെ എടുക്കുന്നത് വേറൊരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കമ്പനിയിലൊന്ന് ഇടുകയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത് നിൽക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതിങ്ങനെ ടാഗ് യൂട്യൂബിൽ ആഡ് ചെയ്യാമെന്നും ഇവിടെ നിന്ന് മറ്റുള്ള വീഡിയോ എന്തെങ്കിലും എടുക്കാമെന്നുള്ളത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ നല്ല നല്ല എഡിറ്റിംഗ് വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.